Hello everyone, welcome back to Keralite Mumbai YouTube channel. So today we are here at Hiranandani Keralite Association Mega Musical Show. Hiranandani Keralite Association Powai celebrated their annual event on grand scale at Chittarth Lawns, Hiranandani Garden on 5th January. The event began with the lighting of the lamp by President Thomas Ulikil, Secretary A.N. Shaji, former President Dr. Aprain, D.R. Nair, Melvin Victor, Paul, S.R. Pillai, M.P. Varghese, Radha Krishnan and other committee members. Let's meet the committee members and ask more about the event. Hello sir. Hello. Sir, പേര് ഡോക്ടർ അപ്രൈൻ. സർ ഇന്നത്തെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഞാൻ ഹിരന്താനി കേരളൈറ്റ് അസോസിയേഷൻ 2004 തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഫൗണ്ടർ പ്രസിഡൻ്റാണ്. ഞാൻ 13 വർഷം ഞാൻ പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇപ്പോഴത്തെ തോമസ് ഉലിക്കലിനെ ഹാൻഡ് ഓവർ ചെയ്തു. ഇപ്പോഴും ഞാൻ ഫുൾ സ്വിങ്ങിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫാമിലി, വലിയൊരു ഫാമിലിയാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നതിൻ്റെ സാറിന് എല്ലാവരെയും കണ്ടപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് വളരെ വലിയൊരു എക്സ്പീരിയൻസാണ്. ഞങ്ങൾക്കിവിടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. ഹിരന്താനിയിലെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് കമ്മ്യൂണിറ്റി. ഇവിടെ ആക്ച്വലി ഞങ്ങൾ മലയാളികളും മറ്റുള്ള ഭാഷക്കാരായിട്ടുള്ളവരും ദേശക്കാരായിട്ടുള്ളവരും അവരുടെ കൾച്ചറുമായിട്ട് ഞങ്ങൾ ഇഴുകി ചേർന്ന് ഒരു മനോഹരമായ കമ്മ്യൂണിറ്റി ഇവിടെ ആക്ച്വലി അനിതര സാധാരണമായ ഒരു സംഭവം ഈ ടൗൺഷിപ്പിലുണ്ട്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇതിൻ്റെ എന്ന് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ എല്ലാവരും എവരിബഡി ലുക്ക് ഫോർവേഡ് ടു മീറ്റ് ഈച്ച് അതർ, ഗ്രീറ്റ് ഈച്ച് അതർ ആൻഡ് സെലിബ്രേറ്റ്. ഇതൊരു റിയൂണിയൻ പോലെയല്ലേ? ഇതൊരു യൂണിയൻ, ഗ്രേറ്റ് സെലിബ്രേഷൻ. താങ്ക് യു. ഹലോ സർ. സാറിൻ്റെ പേര്? എൻ്റെ പേര് മെൽബിൻ വിക്ടർ, അഡ്വക്കേറ്റ് മെൽബിൻ വിക്ടർ. വി ആർ വൺ ഓഫ് ഹിരാന്താനി കേരളൈറ്റ് അസോസിയേഷൻ്റെ ഒരു പ്രധാന പ്രവർത്തകരുമായുള്ള ഒരാളാണ്. ഇപ്പോൾ കേരളൈറ്റ് അസോസിയേഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷം? ഇപ്പോൾ ടോട്ടൽ 20 വർഷമായി. പക്ഷേ ഇത് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഇത് ചെയ്തിരുന്നില്ല. അപ്പോൾ 19 വർഷം എന്നുള്ളതാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. 19ാമത്തെ ന്യൂ ഇയർ പ്രോഗ്രാമാണ് ഇപ്പോൾ ഞങ്ങൾ നടത്താൻ പോകുന്നത്. ഏകദേശം നമ്മളൊരു 600-700 ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മുടെ സഹൃദയകാംക്ഷികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഹിരാന്താനിലുള്ള ആൾക്കാർ, പോവാലുള്ള ആൾക്കാർ എല്ലാവരും ഇവിടെ വരുന്നുണ്ടായിരിക്കും. ഇതൊരു റിയൂണിയൻ പോലല്ലേ? ഇത് വർഷത്തിലൊരിക്കലും നമ്മൾ ഇതുപോലൊരു പ്രോഗ്രാം വളരെ ഭംഗിയായിട്ടാണ്. ഇത് ആദ്യത്തെയാണോ? കോവിഡ് അല്ല, അതിന് മുമ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ 2 വർഷം നമ്മൾ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് നടത്താനായിട്ട് നമുക്ക് സാധിച്ചില്ല, പല കാരണങ്ങളും നമ്മൾ നടത്തിയില്ല. അപ്പോൾ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാംസ് വി ഹാവ് പ്ലാനിങ് ആൻഡ് സോ ഫാർ വി ഹാവ് ഡൺ ഇറ്റ് ലൈക്ക് ദാറ്റ്. ബോംബെയിൽ വെച്ച് ഏറ്റവും നല്ല പ്രോഗ്രാമുകൾ ഒന്നായിട്ടാണ് നമ്മൾ ഇത് മാറ്റിയിരിക്കുന്നത്. ഓക്കെ, എല്ലാവരുടെ സഹായ സഹകരണങ്ങളും ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ. ഹലോ സർ. ഹലോ, ഗുഡ് ഈവനിങ്. രാജേന്ദ്രൻ നായർ, ഒഫീഷ്യൽ നെയിം D.R. നായർ, ഷോർട്ട് നെയിം. അപ്പോൾ കേരളൈറ്റ് അസോസിയേഷനിൽ സാറിന് എത്ര വർഷമായിരിക്കും? ഞാൻ കുറഞ്ഞ തുടങ്ങിയപ്പോൾ തൊട്ടേ ഉണ്ട്. കാരണം എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇതിനകത്ത് ഇപ്പം ഞങ്ങൾ 260 ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ വേറൊരു ഇതിനായിട്ട് ഒരു കിറ്റി പാർട്ടി, അതിനകത്ത് 22 ആൾക്കാരുണ്ട്. കിറ്റി പാർട്ടി എവരി മന്ത് ഞങ്ങൾ ഗെറ്റ് ടുഗദർ ചെയ്യാറുണ്ട്. അതനുസരിച്ച് ഒരു നല്ല ഒരു ഫെമിലാരിറ്റി ഞങ്ങൾ സൃഷ്ടിച്ചതിലൂടെ. ഞാൻ ഹിരാന്താനി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റാണ്. 87 തൊട്ട് ഇവിടെ ഉണ്ട്. ഇവരൊക്കെ താമസിക്കാൻ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ ഞാനും സജീവമാണ്. വളരെ സന്തോഷമാണ് ഈ ഒരു ഗ്രൂപ്പുമായിട്ട്. വളരെ സന്തോഷം, നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സപ്പോർട്ടോടു കൂടിയും കഴിയുന്ന ഒരു ഗ്രൂപ്പ്. കാരണം ബോംബെയിൽ കുറഞ്ഞ 45 വർഷം ഞാനുമായി പല സമാജങ്ങളും പല ഇതുമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെയായിട്ട് സ്ട്രോങ് ആയിട്ടും ഉറപ്പുള്ള ബേസുമായിട്ട് എത്തിക്കുന്ന ഒരു സംഘടനയാണ് സംഘടന. സാറിൻ്റെ പേര്? MP വർഗീസ്. അപ്പോൾ സാറിന് കേരളൈറ്റ് അസോസിയേഷനിൽ ഒരു ഗ്രൂപ്പിലെ മെമ്പറായിട്ട് എത്ര വർഷമായി? മോർ ദാൻ 22. എത്ര മെമ്പേഴ്സ് ഉണ്ട് ഈ ഒരു ഗ്രൂപ്പ്? 110 ഫാമിലി. ഇത് ഒരു ഫ്രണ്ട്ലി റിയൂണിയൻ ആയിട്ടാണ് ഇന്ന് എൻജോയ് ചെയ്യാൻ തന്നെയാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ കേരളൈറ്റ് മുംബൈയിൽ നിന്നാണ്. കേരളൈറ്റ് അസോസിയേഷനെ കുറിച്ച് ഒന്ന് പറയാമോ? ബോംബെയിൽ ഏറ്റവും തലപ്പത്തുള്ള ഒരു അസോസിയേഷനാണ്
ഹിരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ ഏകദേശം 250-നും 350-നും ഇടയ്ക്ക് അപ്രോക്സിമേറ്റാണ് മെമ്പേഴ്സുണ്ട്. വളരെ ആക്റ്റീവായിട്ട് 200ഓളം മെമ്പേഴ്സ് ഇതിനകത്ത് എല്ലാം ഉണ്ട്. മാസത്തിലൊന്ന് ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗദർ വെക്കാറുണ്ട്. പിന്നെ വർഷത്തിൽ 1-2 പ്രാവശ്യം പിക്നിക്ക് വെക്കാറുണ്ട്. പിന്നെ ചാരിറ്റി ചെയ്യാറുണ്ട്. ഇങ്ങനെ പല പല പ്രസ്ഥാനങ്ങളുമായിട്ട് ഇത് ഒത്തിരി ഇതിനകത്ത് എല്ലാവരും ബിസിനസ്സുകാർ, ആർക്കും സമയമില്ലാത്തവർ, പക്ഷേ സമയം കണ്ടെത്തി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. എല്ലാവരും ഇതിനകത്ത് വന്ന് എൻജോയ് ചെയ്യുന്നു. ഹായ് മാം. ഹായ്. കേരളൈറ്റ് അസോസിയേഷനിൽ കണ്ടക്ട് ചെയ്യുന്ന ഇവൻറ്റ്സിനെ കുറിച്ച് പറയാമോ? ഞങ്ങളുടെ വർഷത്തിൽ 2 ഈവൻറ്റ്സ് ഉണ്ട്, ഓണം ഫംഗ്ഷൻ ആൻഡ് ന്യൂ ഇയർ ഫംഗ്ഷൻ. അപ്പം ഈ ഫംഗ്ഷൻ്റെ ഞങ്ങൾ എല്ലാവരുടെ കൂട്ടായും എല്ലാവരും ഒരുമിച്ച് വന്ന് ഓണ സമയത്ത് വെജിറ്റബിൾ കട്ടിങ്, പിന്നെ ഡാൻസ് പ്രാക്ടീസ്, പിന്നെ കൈകൊട്ടി കളി എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഈ കൂട്ടായം വരുമ്പോൾ എന്തോ ഒരു സന്തോഷം ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ HK കേരള അസോസിയേഷൻ്റെ കൂട്ടായ്മ എവിടെയും കണ്ടിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് ഒരു ഫാമിലി പോലെ ഞങ്ങളിങ്ങനെ എല്ലാവരും വന്ന് ഇങ്ങനെ ഒരുമിച്ച് സഹകരിക്കുന്നുണ്ട്. അപ്പം ഈ സന്തോഷം വേറെ എവിടെ ഞാൻ ഈ അനുഭൂതി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം പറയാനൊന്നുമില്ല. ബാക്കി ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നത്, പാട്ട് പഠിക്കുന്നത്, ചിരിക്കുന്നത്, തമാശ പറയുന്നത്, ഈവൻ ഇൻക്ലൂഡ് മൈ ഹസ്ബൻഡ്സ് ഓൾസോ, ദേ ആർ വെരി ബിസി. ബട്ട് എല്ലാ വർഷവും ഇവരെല്ലാവരും ഒരുമിച്ച് വന്ന് എല്ലാ മാസത്തിൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് എല്ലാവരും ഇങ്ങനെ നമസ്കരിക്കുന്നു. അപ്പോൾ HK വി ആർ പ്രൗഡ് ഓഫ് മൈ കേരള അസോസിയേഷൻ. ഹലോ സർ. ഹലോ സർ കേരളൈറ്റ് അസോസിയേഷനിലെ മെമ്പറാണ്. എൻ്റെ പ്രസിഡൻ്റാണ്. അതെ. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത്രയും വർഷമായിട്ടൊന്ന് ശേഷം. എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇവിടെ 10-20 വർഷമായിട്ടുള്ള അസോസിയേഷനാണ്. നമ്മുടെ ഈരണനാലിലെ മുഴുവൻ മലയാളികളെയും കൂട്ടിയോജിപ്പിക്കുന്ന വലിയൊരു ബ്രിഡ്ജാണ്. ആൾ എന്ത് ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന, അതുപോലെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ബുദ്ധിമുട്ടുകൾ വന്നാൽ ഇവിടെ നിന്നെല്ലാം പെട്ടെന്ന് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് എല്ലാവരും വളരെ പെട്ടെന്ന് എല്ലാ കാര്യത്തിലും ഇവിടെ എല്ലാവരും യുണൈറ്റഡാണ്, ഒരേ മനസ്സോട് കൂടെ നിൽക്കുന്ന ആളുകൾ. ഹലോ സർ. യെസ്. സാറിൻ്റെ പേര്? എൻ്റെ പേര് ഷാജി. ഞാൻ ഈ ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറി. സാറിനിപ്പോൾ ഇവിടെ കേരളൈറ്റ് അസോസിയേഷനിൽ എത്ര വർഷമായി? ഞാനിപ്പോൾ ഈ അസോസിയേഷൻ തുടങ്ങിയിട്ട് 19 വർഷമായി. ഈ 19 വർഷം കൊണ്ട് ഞാൻ ആദ്യത്തെ 6 വർഷം ട്രഷററായിരുന്നു. പിന്നീട് ഇന്നുവരെയും ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. സാറിൻ്റെ എക്സ്പീരിയൻസ് ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിട്ട്? ഞാനിവിടെ ബോംബെ വന്നിട്ട് 40 വർഷമായി. ഈ 40 വർഷം കൊണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈം സോഷ്യൽ വർക്കിലാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഞങ്ങളുടെ ഈ അസോസിയേഷൻ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങളിവിടെ വെളിയിൽ ഈ അസോസിയേഷൻ്റെ പരസ്യത്തിന് വേണ്ടി ഗേറ്റുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഗേറ്റിൽ ഇതിൻ്റെ ഈരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ്റെ പരസ്യവും അതുകൂടാതെ തന്നെ സ്പോൺസേഴ്സിൻ്റെ പരസ്യവും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. ആണ്. താങ്ക് യു സോ മച്ച്. ഹലോ, സാറിൻ്റെ പേര്? എൻ്റെ പേര് ചന്ദ്രൻ നായർ എന്നാണ്. ഈ അസോസിയേഷനിൽ ഞാൻ തുടക്കത്തിലേ തൊട്ട് പങ്കാളിയാണ്. ഞങ്ങളുടെ ഈ അസോസിയേഷൻ ആക്ച്വലി ഒരു അസോസിയേഷൻ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. അപ്പം ഞങ്ങളുടെ ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ടാവും, ഓണം പ്രോഗ്രാം ഉണ്ടാവും. സോ ഇറ്റ് ഹാസ് ബിൻ ഗോയിങ് ഓൺ വെൽ ഫോർ ദ ലാസ്റ്റ് സോ മെനി ഇയേഴ്സ്. നല്ല പ്രോഗ്രാം, നല്ല കൂട്ടായ്മയാണ്. സോ യു വുഡ് ഓൾസോ ലൈക്ക് ടു കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി ഇൻ വിച്ച് എവർ വേ പോസിബിൾ ബൈ ഡൂയിങ് സം ചാരിറ്റി വർക്ക്. ആൻഡ് വി ഹോപ്പ് ടു കണ്ടിന്യൂ ദിസ് ഗുഡ് വർക്ക് ഫോർ എ വെരി ലോങ് ടൈം. താങ്ക് യു. ബോംബെയിൽ ഇത്രയും നല്ല ഒരു ഫങ്ഷൻ ആരും നടത്താറില്ല, സത്യമാണ്. ഞാൻ 3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ ഗോഡ്സ് അക്കൗണ്ടിലെ മെയിൻ വില്ലനായിരുന്നു. അങ്ങനെ 3 സിനിമയിൽ അഭിനയിപ്പോൾ 5-6 സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്ക് സുരേഷ് ഗോപി മറ്റേ MP ആയില്ലേ, അതുകൊണ്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ്. റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വളരെ സന്തോഷം. വന്ന് ഇൻ്റർവ്യൂ ചെയ്തതിലും എല്ലാത്തിനും നന്ദി. പിന്നെ എൻ്റെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടൊപ്പം പുതുവർഷ ആശംസകൾ നേരുന്നു. ഹലോ ഹരികുമാർ അങ്കിൾ. ഹലോ. ഇന്ന് അങ്കിളിന് ഈ ഇവന്റ് അങ്കിളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? എൻ്റെ എക്സ്പീരിയൻസ്, ഞാനും കൂടെ ഉൾപ്പെടുന്ന സംഘടനയാണ് ഹിരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ. ഈ സംഘടന നമ്മളിവിടെ ഉണ്ടാക്കിയത് ഈ കോംപ്ലക്സിൽ, ഹിരാനന്ദാനി കോംപ്ലക്സ് പവായിൽ ഇപ്പോൾ 2005 ഈ സംഘടന രൂപീകൃതമായത്. എന്നെപ്പോലെ നമ്മളെ മലയാളി സമൂഹം, ഇവിടെ താമസിക്കുന്ന മലയാളികളുടെ കൂട്ടായ്മയിലാണ് ഹിരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ ഉണ്ടാകുന്നത്. 2005 ആദ്യത്തെ പരിപാടി. ഇപ്പോൾ 2024 എന്ന് പറയുമ്പോൾ 19 കൊല്ലമായി. എല്ലാ കൊല്ലവും ഓണത്തിനും ന്യൂ ഇയറിനും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്.
അതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഇന്നും അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടിയും നമ്മളുടെ എല്ലാം കൂട്ടായ്മ ഇവിടെ താമസിക്കുന്നവർ മാത്രമല്ല, നമ്മൾ വെളിയിൽ നിന്നുള്ള നമ്മുടെ അഭ്യുദയകാംക്ഷികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് ഞാൻ ഈ പരിപാടിയെ കാണുന്നത്. താങ്ക് യു വെരി മച്ച്. Followed by an orchestra program conducted by well-known doctors of Mumbai. जो खो गया है, क्या खो गया है, ढूंढ रहा हूँ, क्या ढूंढ रहे हो? जाने कहाँ मेरा जिगर गया जी, अभी अभी यही था किधर गया जी, बड़ी बड़ी अखियों से डर गया जी. The chief guest for the evening was Kerala's Revenue Minister K. Rajan. Arrived to a surprising drizzle, almost as if nature was blessing the event with good luck. His arrival marked a special moment for everyone present. The association president Thomas Ulikal welcomed Mr. K. Rajan with a warm felicitation, and with speeches followed by Thomas Ulikal, A.N. Shaji and the chief guest Mr. K. Rajan. Prominent Mumbai Malayalis P.R. Krishnan, Layan Kumaran Nair and Srikandan Nair were felicitated with mementos for their service to the community. Hello ma'am, a few words about Kerala Association.
Kerala Association seems to be a very informal group, you know. We were just a few families that came together with some common purpose. So, we thought we should make it an association, started with small activities, small things. Now it's more of a social cause and the beauty of being together. That is the beauty of the entire thing, you know, laughing together, having some fun together. Why don't you come here? You are so beautiful, you should be seen too. Follow. Welcome to Kerala Mumbai. Thank you. It was very amazing to see you on the stage singing. So how is your experience overall? No, this audience is one of the most wonderful, educated, musically inclined and appreciative audience, which is so important for doctors like us who only perform for the passion of it. There's no monetary gain, we don't do it again. A few words for the Kerala and Mumbai viewers. Kerala and Mumbai viewers, I'm so happy that everybody is here. They are doing a lot of social work, but once in a way they should enjoy also. Yes. So today is one such day. So we do shows for many such organizations where we don't take a single pie, but it's only for organization like this. It's really been a great pleasure. God has been kind and wonderful talent in the doctor community. It's only that we sacrifice our talents for the profession that we follow. Thank you so much, sir. The biggest factor for that is my childhood friend from 1960s, Raj Gopal Nair. We grew up together in the colony of Worli. We have been friends ever since, but unfortunately our ways parted. Then for almost 40 years, I think there was no connect. 40. Yeah. And then social media brought us together. Our school's common group brought us together. And he has tremendous faith, love and affection for me. And that is how we are here. You spoken in between some Malayalam. Yeah. How did you learn? Oh, I sing Malayalam songs also. Yeah. Which songs? Amritam pakarna ratri anubhuti putratri vidarum neeyalage vidarum neeyalage. നമസ്കാരം സർ. ഇന്നത്തെ ഈ ഫംഗ്ഷനെ കുറിച്ച് സാറിന്റെ എക്സ്പീരിയൻസ് പറയാമോ? വളരെ ഗംഭീരമായിട്ടുണ്ട്. ഹീരാനന്ദാനി കേരളൈറ്റ്സ് അസോസിയേഷൻ ഒരു പരിപാടിക്ക് മുംബൈയിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രമാത്രം ഹൃദ്യമായിട്ടുള്ള ഒരു മലയാളികളുടെ ഒത്തുചേരലാണെന്ന് കരുതിയിരുന്നില്ല. മുംബൈയിലെ മലയാളികൾ ഇന്ത്യയിലെ മറ്റെല്ലായിടത്തുമുള്ള മലയാളികളെ പോലെ തന്നെ പൊതുവെ കേരളത്തിനോട് വല്ലാത്ത സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 6-7 വർഷക്കാലമായി കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്ത മുഹൂർത്തത്തിലും ബോംബെയിലെ പ്രവാസി മലയാളികളായിട്ടുള്ള നല്ല മനുഷ്യരുടെ പിന്തുണയും സഹായവും ഉണ്ട്. ഇവിടെ നല്ലതുപോലെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. 200-ലേറെ മലയാളി കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞതിൽ അതിനേക്കാൾ സന്തോഷമുണ്ട്. തുടർച്ചയായിട്ട് അവരുമായിട്ട് ആത്മബന്ധം പുലർത്താനും കാര്യങ്ങളിൽ ഇടപെടാനും ഒരവസരം ഉണ്ടാക്കാനായിരുന്നു ഇത്. സംഘാടകർക്ക് പ്രത്യേകമായ അഭിനന്ദനം നേരുകയും ചെയ്യും. As the event was almost over, it was clear that the Hiranandani Keralite Association is not just a community but a family, united by shared tradition and a sense of belonging. It was a truly heartwarming and memorable experience for all involved.